നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല തുടക്കമാണ് ആരംഭിക്കുന്നത്. ഇനി നിങ്ങളെ തേടി വലിയ അവസരങ്ങളും വരാനിരിക്കുന്നു. ഭയപ്പെടേണ്ട, ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. നമസ്കാരം. നിങ്ങളുടെ നക്ഷത്രം അശ്വതിയോ, കാർത്തികയോ, മഖമോ, പുണർദമോ, പൂരാടമോ, തിരുവോണമോ, രേവതിയോ ആണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്ര ജാതകരുണ്ടോ? ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചില അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. വേദജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായൊരു സമയമാണിപ്പോൾ. ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഞാനീ പറയുന്ന 7 നക്ഷത്ര ജാതകർക്ക് കാർത്തികയ്ക്കും മകത്തിനും പുണർത്തത്തിനും പൂരാടത്തിനും തിരുവോണത്തിനും രേവതിക്കും മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. വീഡിയോ പൂർണ്ണമായും കാണണം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. വേദജ്യോതിഷത്തിൽ ഓരോ മാസവും ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ചില കാലഘട്ടങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ക്ഷമയും വിവേകവും വളർത്താനുമുള്ള സമയമായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നു. 2026 ജൂലൈ മാസത്തെയും അത്തരമൊരു കാലഘട്ടമായി പല ജ്യോതിഷ പാരമ്പര്യങ്ങളും വിവരിക്കുന്നു. ഈ നക്ഷത്ര ജാതകർ ഇനി സൗഭാഗ്യസമ്പന്നതയിലെത്തും. ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതിരിക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നിട്ടും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നു, വിശ്വസിച്ച പലരിൽ നിന്നും നിരാശ അനുഭവപ്പെടുക അല്ലെങ്കിൽ ചതി വന്നു ചേരുക, കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിനെ ബാധിക്കുക, അല്ലെങ്കിൽ ജോലിയിലോ ബിസിനസ്സിലോ ആ ഒരു മുന്നേറ്റം മന്ദഗതിയിലാകുക, വിവാഹം, ജോലി, മറ്റു പദ്ധതികൾ എന്നിവ വൈകുന്നതായി തോന്നുക. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ പലർക്കും ഉണ്ടാകാം. എന്നാൽ ഇന്നു മുതൽ വേദജ്യോതിഷപ്രകാരം ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്താൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവർ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്. തീർച്ചയായും വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരും. അതിലേറ്റവും അധികം പ്രാധാന്യം, ഏറ്റവും അധികം നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. കാലങ്ങളായി ഇവർ അനുഭവിച്ച ഒരുപാട് ദുരിത ദുഃഖങ്ങളുണ്ട്. എന്നാൽ ആ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. കഷ്ടതകളൊക്കെ മാറാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിരാശ മാത്രമാണ് ഫലം. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയൊക്കെ തടസ്സങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തടസ്സം, അല്ലെങ്കിൽ പോകുന്നിടത്ത് തടസ്സം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു മനസമാധാനമില്ല, ഒരു സന്തോഷമില്ല. ശരിയാണോ അല്ലയോ? ആണെങ്കിൽ ആണ് എന്ന് സത്യസന്ധമായി പറയുക. ശരിയാണ് എങ്കിൽ ശരിയെന്നും, ശരിയല്ല എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്കൊരു തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഏതായാലും അശ്വതി നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരാൻ പോവുകയാണ്. അതിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം കൂടിയാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ഇത് സമയം മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ആരാണ് ഈ ധർമ്മദേവത?
ധർമ്മദേവതയെ അറിയില്ലെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. കാർത്തികയുടെ ഏറ്റവും നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തികയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകത്തിനും ഇനി ഭാഗ്യമാണ്. മകം പറന്ന മങ്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ? മകം ഒരു വീട്ടിലുണ്ടെങ്കിൽ സർവൈശ്വര്യമായിരിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. മകത്തിന് മാത്രമല്ല, മകം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് കൂടി ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും. ധനപരമായിട്ടുള്ള എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വിജയമുണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. നിങ്ങളിതൊന്ന് എഴുതി വെച്ചു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച, വലിയൊരു നേട്ടം, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരാൻ പോകുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുരിത ദുഃഖങ്ങളും അനുഭവിച്ച് രക്ഷപ്പെടും. പുണർതം നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും ശ്രീരാമക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഉയർച്ചയാണ്, ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ആത്മവിശ്വാസം കൂടുതലുള്ള നക്ഷത്രമാണ്. പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്ന നക്ഷത്രം തന്നെയാണ്. എന്നാൽ ഇനി പൂരാട നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ചയുടെ സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്ന പൂരാട നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പൂരാട നക്ഷത്ര ജാതകർക്ക് അവിടെ പോകാൻ സാധിക്കും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ പൂരാടത്തിന് ഇനി നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. രക്ഷപ്പെടും, യാതൊരു സംശയമില്ല. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ്. ദേഷ്യമൊക്കെ കുറച്ച് മുന്നോട്ട് പോവുക. ഞാനീ പറഞ്ഞ അശ്വതിയും കാർത്തികയും മകവും പുണർത്തവും പൂരാടവും തിരുവോണവും ഇനി പറയാൻ പോകുന്ന രേവതി നക്ഷത്ര ജാതകർക്കും വലിയ സൗഭാഗ്യകാലമാണ്. പക്ഷെ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്, പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. അതൊക്കെ ചെയ്തും അവിടെയൊക്കെ പോയും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. ഇപ്പോൾ അനുകൂലമായൊരു സമയമാണ്. ജ്യോതിഷപ്രകാരം ഏറ്റവും നല്ല ഒരു അവസരങ്ങളുടെ സമയം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഏതായാലും തിരുവോണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ചതി, അമളി ഒരുപാട് പറ്റിയിട്ടുണ്ട്. വിശ്വസിച്ചവരാൽ ചതിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. നല്ലൊരു കാലം ഇവരുടെ മുന്നിൽ തെളിയാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇനി രേവതി നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര നടത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ ജലധാര നടത്തി പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഒരു പാൽപ്പായസമൊക്കെ നടത്തുക, ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ആരാധന നടത്തി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നെയ്ദീപം കത്തിക്കുക. വീട്ടിൽ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നതും ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും. അതുപോലെ വീട്ടിൽ നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു തുളസി നട്ടുപിടിപ്പിക്കുക. ദിവസവും അതിന് വെള്ളം നൽകി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ ചുവന്ന പൂമാലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ മനസ്സറിഞ്ഞ് ആർക്കെങ്കിലും ഒരു ദാനം നൽകുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ ഓം നമോ നാരായണ എന്ന മന്ത്രം 101 പ്രാവശ്യം ജപിക്കുക. 101 അല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുക. നമഃശിവായ എന്ന മന്ത്രവും നിങ്ങൾ ചൊല്ലണം. ഇതും 108 പ്രാവശ്യം ഭക്തിയോടെ ജപിക്കുന്നത് നിങ്ങളുടെ മനഃശാന്തിക്കും ദുഃഖങ്ങളൊക്കെ പോകാനുമൊക്കെ കാരണമാകും. രക്ഷപ്പെടും, ഉറപ്പാണ്. ജ്യോതിഷം എന്നത് ഒരു ആത്മീയ മാർഗനിർദ്ദേശമാണ്. നല്ല അവസരങ്ങൾ വന്നാലും അവ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ പരിശ്രമവും വിവേകപൂർണമായ തീരുമാനങ്ങളും തന്നെയാണ്. പ്രതീക്ഷ കൈവിടരുത്. നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ നല്ല സമയമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ 7 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രവും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ പേരെഴുതുക. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വേദജ്യോതിഷവും
ആത്മീയവുമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യവും മനഃശാന്തിയും നിറഞ്ഞ ഒരു നല്ല ജൂലൈ മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.